അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട്
അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു. അടിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവപൈതലെ നീ ചിന്തിക്കുന്നതെങ്കിൽ, നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കുക. ആമേൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യുന്ന ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്, എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിജയകുമാറിനെ പോലും അറിയിച്ചിട്ടില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണപ്പം തന്നെ ഛർദ്ദിച്ച് പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായി കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളെടുത്ത് നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാണ് ആ സേവകൻ. ഇപ്പൊ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്?
സേവകൻ വീണ് നമസ്കരിച്ചു, കവന്നടിച്ച് വീണ് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടമിളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പ് ഓൺ ദ ജെനുവിനിറ്റി. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം 10,000 താരന്ത് കണ്ട ആളല്ലേ. താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ തരാനുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി, അവനെ കഴുത്ത് പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ? സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെനുവിൻ അല്ലാത്ത ആളില് ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ധനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരേ സെയിം പേഴ്സണാണ്. ഇത് 2 പേഴ്സൺ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ അല്ല, യോഹന്നാന് 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീയും എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല, ഇവൻ 2 പേഴ്സൺ ഇല്ലെന്ന്. ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയണത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 താലം ഇളച്ചു തന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് ആ യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ച യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 10,000 താലന്ത് എടുത്ത് ഇവന്റെ പിഴക്ക് വെച്ചു കൊടുത്ത് കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിനകത്ത് എന്തിൻ്റെ ഭാഗമാണിത്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ധനാറ തരാതിരുന്നതിൻ്റെ കടത്തി പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജെയിംസ്. ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അനിയന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാനോട് വന്നിരിക്കുന്നത്. എൻ്റെ അനിയൻ 1.5 മാസം മുമ്പ് ഒരു അൾസർ കൊളൈറ്റിസ് എന്ന അസുഖമായി ഞങ്ങൾ ഡോക്ടറെ ആദ്യമേ കാണാൻ ചെല്ലുന്നു. അന്ന് അവന് മലത്തിൽ കൂടെ രക്തം പോവുകയും അത് കൂടുതലാവുകയും ചെയ്തു. അന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവൻ്റെ വയറിനുള്ളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് ലങ്സിലും ഹാർട്ടിലും ബാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്രിട്ടിക്കൽ കെയർ ICUയിലോട്ട് മാറ്റുകയും വെന്റിലേറ്റർ സഹായത്തോടെ അവൻ 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ
മുമ്പോട്ടുള്ള ദിവസം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. കാരണം ഇവൻ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയതിലൂടെ വന്നപ്പോഴത്തേക്കും ആളെ നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തിലല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യണമോ എന്താ ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മയോട് പറയുകയും ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് തൈലവും എണ്ണയും ഉപ്പും എല്ലാം ആയിട്ട് അമ്മ ICUയിൽ വരികയും ICUയിൽ വന്ന് അവനെ ശരീരത്ത് എണ്ണ പൂശുകയും അതുകൂടാതെ തൈലം എൻ്റെ തലയിൽ തൊടുകയും ഉപ്പുകൾ തേക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവൻ്റെ അസുഖം കണ്ടുപിടിച്ചു. HLS എന്ന അസുഖം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല. പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അവനിത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് വരുന്നില്ല. എല്ലാം നെഗറ്റീവിലോട്ട് മാറുന്നു. അപ്പം ഞങ്ങൾ ഒരു ഏകദേശം ഒരു 45 ദിവസത്തോളം ഇവനെ ഞങ്ങൾ ആശുപത്രിയിൽ ബെഡിലായിരുന്നു. അവൻ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലോട്ട് വന്നു. ഈ തൈലം, മാതാവിൻ്റെ തൈലം കൊണ്ട് അവൻ്റെ ശരീരത്ത് അമ്മ പൂശുകയും പിറ്റേ ദിവസം അവന് അവിടുന്ന് ഒരു ഉണർവുണ്ടാകുകയും അവൻ രണ്ടാമത്തെ ദിവസം ഈ ICUയിൽ 19 ദിവസം ICU കിടന്ന് അവൻ രണ്ടാമത്തെ ദിവസം റൂമിലോട്ട് മാറ്റി. അവൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അവൻ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാവുകയും അവൻ ചെസ്റ്റ് പെയിനും ഒക്കെ ആയിട്ട് പിന്നെയും അവനെ വീണ്ടും ICUയിലോട്ട് കയറ്റി. അങ്ങനെ 10 ദിവസം പിന്നെയും ICUയിലോട്ട് മാറ്റി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠാന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക ഇതുവരെയായിട്ടും ഡോക്ടേഴ്സിന് സാധിച്ചില്ല. കാരണം വന്ന അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു, ഇവനെ ഭേദമാക്കി നിൽക്കുന്നതല്ലാതെ ഈ അസുഖം എന്തുകൊണ്ട് വന്നെന്നുള്ളത് ഡോക്ടേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇവനെ റൂമിലോട്ട് മാറ്റിയ സമയത്ത് അവിടെയാണ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത്. കാരണം ഞാനും അമ്മയും എൻ്റെ അനിയത്തിമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് റൂമടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അസുഖം അന്നേരം ഈ സിറ്റുവേഷൻ എൻ്റെ ചെസ്റ്റ് പെയിനും ഇതെല്ലാം പിന്നെയും വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങളുടെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോയി. കാരണം വെച്ചാൽ ഇവന് പിന്നെയും ഇത് ഉണ്ടായി, പിന്നെ ICUയിലോട്ടാണല്ലോ ദൈവമേ പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെയും ഇവൻ്റെ ബുദ്ധിമുട്ട് പിന്നെയും കാണേണ്ട വരുമല്ലോ. ഇവൻ തീർത്തും ശോഷിച്ച് ഇവൻ്റെ കൈയും കാലും എല്ലാം ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രണ്ടുപേരും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് മാതാവിനോട് ഈ പ്രതീക്ഷേനെ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും അമ്മ ഇവൻ്റെ ചുറ്റും തൈലം കൊണ്ട് പൂശി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അന്നേരം അവനോട് പറഞ്ഞു, നിനക്ക് എഴുന്നേൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു അരമണിക്കൂറോടത്തോളം പ്രാർത്ഥിച്ചു. ആ അരമണിക്കൂർ പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഇവനെ നന്നായി സ്പർശിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അവൻ തന്നെ അങ്ങ് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ബ്ലഡ് രണ്ടുപേരും പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവൻ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവനെ ഞങ്ങൾ റൂമിൻ്റെ വെളിയിൽ ഇറക്കി നടത്തി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു പനി പോലെ വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് അമ്മ ഉടമ്പടി എടുത്തവും പറഞ്ഞു, ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല, ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. കാരണം ഇവന് അന്ന് അത് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇൻഫെക്ഷൻ ഉണ്ടാകുകൊണ്ടോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയായിരുന്നു ചെയ്തത്. പക്ഷേ അവന് പിന്നെയും 3-ാമത്തെ ദിവസം ഇതൊരു അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ട് ഇവന് എല്ലാ ടെസ്റ്റും പിന്നെയും ചെയ്തു. 7 ദിവസം അവന് പിന്നെയും എല്ലാ ടെസ്റ്റും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ അസുഖം എന്താണെന്ന് പിന്നെയും കാണുന്നില്ല. ഇൻഫെക്ഷൻ കൂടുന്നുണ്ട്, CRP കൂടുതലാണ്, CRP പിന്നെ 100-ലോട്ട് വരുന്നു. ആദ്യമേ ഇവന് 300 കുറഞ്ഞിട്ടാണ് ഇവനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് 0.5 വേണ്ടത്, അത് 300-ലോട്ട് എത്തി. ആൾ അതുപോലെ ക്രിട്ടിക്കലോട്ടായിപ്പോയി. അപ്പോൾ ഈ HLS എന്നൊരു അസുഖം ഇവനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ, അത് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെല്ലാം കാർന്ന് തിന്നുന്നതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവനെ നമ്മളത് ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങളെ സാധിച്ചു. മാതാവ് ഞങ്ങളെ അതുപോലെ സ്പർശിച്ചെന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, ഇനി അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കാം. ഇന്നലെയാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത്. ഇന്ന് ഞങ്ങളിവിടെ അവനെ കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ. കാരണം അത് നാളെ നമ്മുടെ മാതാവ് തന്നെ ഞങ്ങൾക്കല്ല അത് അനുഗ്രഹം. ഞങ്ങൾ
ഒരിക്കലും മാറ്റി നിർത്താതെ മാതാവിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് എന്നുള്ള ആ ഒറ്റ ഇതുകൊണ്ട് ഇന്ന് അവനെ ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇവനിവിടെ ഒത്തിരി പേര് നിർത്താനൊക്കത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. കാരണം ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ എല്ലാവരും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇവനിന്നും എന്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായേക്കെന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മാതാവ് ഇവനെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ വന്ന് ഈ 1 മാസം ആയതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അമ്മ അത് ഞാൻ ബാക്കി അമ്മ പറയും കേട്ടോ. 2025 സെപ്റ്റംബർ 19-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. ഞാൻ കുഞ്ഞാദ്യം പനിയായിട്ടാണ് വന്ന്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പനിയായിട്ട് 3 ആശുപത്രികളിൽ കൊണ്ടുപോയിട്ടും കുറവില്ലാഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളം ലിസി ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. അവിടെ വന്നിട്ടും രോഗങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ കുഞ്ഞ് തീരെ അങ്ങ് അവസ്ഥയിലായിലോട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി ഇവർ മോനെ കൊണ്ട് എടുപ്പിക്കാനുണ്ടായിരുന്നു. അവന് സാധിക്കാതെ വന്ന് അവനായിരുന്നു മോനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്. അവനെ പറ്റത്തില്ലാഞ്ഞുകൊണ്ട് അമ്മ പോയി എടുക്കുക, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞു സമാധാനമായി പൊക്കോ എന്നെൻ്റെ മനസ്സിലോട്ട് വന്നു. ഞാൻ സമാധാനമായിട്ട് പോയി. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ ഒരു കരച്ചിലും ഇല്ലാതെ ഞാൻ നടന്നു. അതുവരെ ഞാൻ കണ്ണീരോടെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നു. അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു നീ സമാധാനത്തിൽ പൊക്കോ എന്ന് പറഞ്ഞ പിന്നെ ഞാനൊരു വിഷമവും കൊള്ളാതെ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് കാണിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഫോട്ടോയെ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു പൊക്കുള്ളൂ എന്ന് പറഞ്ഞ് ഫോട്ടോ തന്നുവിട്ട് എൻ്റെ തലയ്ക്കും പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവും അച്ഛനും സുഖപ്പെടുത്തി തന്നു. 1000 മരുന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം ആശുപത്രിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സാധിച്ചില്ല. പിന്നെ 2ാമത് കുഞ്ഞ് പനിച്ചു. 2ാമത് പിന്നെ പനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ശേഷമേ ഞാൻ തിരിച്ചു വരുള്ളൂ. അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അമ്മ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ വന്ന് കുഞ്ഞിനെ ആദ്യം നടക്കാൻ പറ്റത്തില്ല, അത് വന്ന് നടന്നു കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയേക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അമ്മയുടെ മുമ്പിൽ ഞാനിത് എൻ്റെ മോനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പേര് ജോമോൻ. എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു. മാതാവ് എന്നെ സുഖപ്പെടുത്തി, എന്നെ സ്പർശിച്ചു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ ഇടവകയിലുള്ള എല്ലാവരും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ആയി. ദൈവം എന്നെ എല്ലാം നടത്തി തന്നു. സാമ്പത്തികമായിട്ട് എനിക്കിപ്പോൾ ഒരു കടവൊന്നുമില്ല. എല്ലാം 10-15 ലക്ഷം രൂപ ആയി. അത് മാതാവ് ഓരോരുത്തരായി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു. 1000 നന്ദി. മാതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി പറയുന്നു. സങ്കീർത്തനം 107:20. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാമ്മ ജോയിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, ലാസർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ സങ്കടപ്പെട്ടു. മാർത്ത പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അതുപോലെ മരണത്തിൽ കിടന്ന ഒരു മോനെ പരിശുദ്ധമ്മ എണീപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് അസുഖം കണ്ടുപിടിച്ചാലേ മരുന്ന് പ്രയോഗിക്കുക പറ്റുള്ളൂ, മരുന്നത് പ്രയോജനത്തിൽ വരികയുള്ളത്. അവിടുന്ന് അവരിവിടെ വന്ന് അമ്മയെടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ എൻ്റെ മോനെ അമ്മയ്ക്ക് മാത്രമേ തൊടാൻ പറ്റുകയുള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഉടമ്പടിയെടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറയുന്നതാണ്, എൻ്റെ മോനെ നടന്നു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. അല്പം വൈകി, കാരണം അവൻ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള പേടി മൂലം അവരല്പം വൈകിയപ്പോൾ വീണ്ടും പനി വന്നു. അവർ തീരുമാനമെടുത്തു, ഇനി അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യുകയുള്ളെന്ന്. അങ്ങനെ അവരമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ കുഞ്ഞിനെ കാണിക്കുകയാണ്. അമ്മ മനസ്സിൽ പറഞ്ഞു കൊടുത്തു,
നീ സമാധാനമായിട്ട് പൊയ്ക്കോളൂ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ. അങ്ങനെ അമ്മച്ചിക്ക് നല്ല ധൈര്യം കിട്ടി. അങ്ങനെ വന്ന് അച്ഛൻ്റെ അടുത്ത് ഫോട്ടോ കാണിച്ചു. അച്ഛൻ ബ്ലസ് ചെയ്തു, പ്രാർത്ഥിച്ചു, മാതാവിൽ സമർപ്പിച്ചു. അമ്മ മാതാവിൻ്റെ കൊടുക്കുന്നതൊന്നും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് നിങ്ങൾക്ക് ഈ സാക്ഷ്യം വെളിപ്പെടുത്തി തരികയാണ്. ഈ സാക്ഷ്യം നമ്മളോട് പറയുകയാണ്. കണ്ണുനീരോട് വരുന്നവരെ ജയഘോഷത്തോട് സന്തോഷത്തോടുകൂടി തിരിച്ചയക്കും. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അമ്മ വൻ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരും ശക്തനായവനിൽ നിന്ന്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഒരു അർഹതയോ യോഗ്യതയോ അറിവോ ഉണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കണേ. പരിശുദ്ധ അമ്മയുടെ കൃപയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കണേന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2019 നവംബറിലാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നതും 2020 ഫെബ്രുവരിയിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ ഇന്നെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. ഇന്ന് 8ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കിയത്. എനിക്ക് കൂടുതലായിട്ട് ഭൗതിക കാര്യത്തെക്കാളും കൂടുതൽ ആത്മീയ വളർച്ചയിൽ ആണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭൗതികമായിട്ടുള്ള കാര്യം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു ജോലി ഇല്ലാതെ, ജോലിയുടെ ബുദ്ധിമുട്ടിൽ ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലിയുടെ ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഒരിടത്തുനിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലായിട്ട് പോലും ഒത്തിരി പരീക്ഷണങ്ങൾ വന്നു. ദൈവത്തെ ഞാൻ ചോദിച്ചു എന്താണ് ജോലി തരാത്തതെന്ന്. എനിക്കറിയാം ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് തരാവുന്ന ജോലിയേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് തന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഈ അൾത്താരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോയും അമ്മയും ഇത്രയും നാളും എന്നെ ഡിലേ ആക്കിയെന്നുള്ളത്. ഈ 15 മാസത്തിൽ പലയിടത്തും ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു. എല്ലായിടത്തും റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ മാക്സിമം വിശ്വസ്തയോടുകൂടി നിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും എപ്പോഴും റിജക്ഷൻ മാത്രമാണ് വരാറുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ്. ഇപ്പോൾ എനിക്ക് ഫെബ്രുവരി 2025 ഒരു 15 മാസത്തിന് ശേഷം ദുബായിൽ ഒരു ജോലി കിട്ടി. അത് ജോലി പെട്ടെന്നുള്ള ജോലിയായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു പോലും ഉണ്ടായിരുന്നില്ല ജോലി കിട്ടുമെന്നോ. ഒരു ഇൻ്റർവ്യൂ ഓൾ ഓഫ് എ സഡൻ ഒരു കോൾ വന്നു. ഇൻ്റർവ്യൂ എടുത്തു. ഓൺ ദ സ്പോട്ടിൽ അവർ പറഞ്ഞു യു ആർ സെലക്റ്റഡ്. വിത്തിൻ 15 days അവർ വിസ അയച്ചു തന്നു. എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് 15 to 20 days ഇവിടുന്ന് പോയി. പക്ഷേ അതിനു മുമ്പേ ഞാനിവിടെ ജാനുവരിയിൽ ഇവിടെ വന്നിരുന്നു. എൻ്റെ ഉടമ്പടി 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നിരുന്നു. ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. എന്നെ അവർ ഓൺ ദ സ്പോട്ടിൽ സെലക്ട് ആക്കി. വിത്തിൻ 1 week 2 weeksനുള്ളിൽ വിസ വന്നു. ഞാൻ പോയപ്പോഴും വീണ്ടും പരീക്ഷണമാണ്. അവിടെ എത്തിയപ്പോൾ പുതിയൊരു കമ്പനി, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഫീൽഡിലുള്ള ആരുമില്ല. എനിക്ക് അതുമാതിരിയുള്ള റെസ്പോൺസിബിലിറ്റീസ് തന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നും എനിക്കറിയില്ലല്ലോ, ഒന്നും അറിയാത്ത ഈ ജോലിയിലേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോടും. പക്ഷേ മാതാവ് ഓരോ ദിവസവും കൂടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസം രാവിലെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ട് പോകും. അതിലൂടെ ഇൻസ്പിറേഷൻ കിട്ടുന്നതുകൊണ്ട് ഓരോ ദിവസവും എനിക്കറിയാത്ത കാര്യങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എത്ര സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. പിന്നെ റെഗുലറായിട്ട് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും റെഗുലറായിട്ട് സാലറി കിട്ടും. പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടും വരുത്താതെ മാതാവ് കൂടെ നിർത്തി. അതിൽ ആ കിട്ടുന്ന സാലറിയിൽ നിന്നും ഹാഫ് സാലറിയിൽ നിന്നും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ സന്തോഷത്തോട്
കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരിക്കലും കുറ്റപ്പെടുത്താതെ, മാതാവിനെ കുറ്റപ്പെടുത്താതെ, കിട്ടുന്ന സാലറി കൊണ്ട് അവർ എഗ്രി ചെയ്ത സാലറി റെഗുലറായിട്ട് മന്ത്ലി കിട്ടാതെ ഹാഫ് സാലറി തരുമ്പോഴും ആ സാലറി കൊണ്ട് സന്തോഷത്തോടു കൂടെ പല പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലിയുടെ കാര്യമായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 13 വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു. സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. അതായത് ശരീരത്തൊക്കെ തടിച്ചു വരുവായിരുന്നു. ഒത്തിരി മരുന്നുകൾ എടുത്തിരുന്നു, പുറത്ത് പോയി മെഡിസിൻ എടുത്തു, പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു, ഒന്നിനും ഫലിച്ചിട്ടില്ല. പലയിടത്തും പല ടെസ്റ്റുകൾ പറഞ്ഞു, പല ഡോക്ടേഴ്സ് പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം, പല മെഡിസിൻസ് കഴിക്കണം, സെഡേഷനായിട്ടുള്ള ടാബ്ലറ്റ്സ് തരേണ്ടതുണ്ട്. ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെഡേഷൻ, ഉറക്കം, ജോലിക്ക് പോകുമ്പോൾ ഉറക്കം. അപ്പം ഞാൻ ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അതിലൂടെ. പല ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല, അതിൻ്റെ കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ഓൾമോസ്റ്റ് ഒരു 13 years ആയിട്ട് ലൈക്ക് ഇറ്റ് വാസ് എ സിവിയർ സഫറിങ് ബിക്കോസ് ഓഫ് ദിസ് ഇച്ചിങ് ലൈക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടും എനിക്ക് ആ ഇച്ചിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ ഞാൻ യേശുവിനോട് പറഞ്ഞു, എൻ്റെ യേശു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്കിനി ടാബ്ലറ്റ് കഴിക്കാൻ പറ്റണില്ല. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറക്കം മാത്രമേ ഉള്ളൂ. ഈവൻ ജോലിക്ക് പോകുമ്പോഴും ഉറക്കം, രാത്രി കഴിച്ചാൽ രാവിലെ എണ്ണിക്കാൻ പറ്റാത്ത മാതിരിയുള്ള ഉറക്കം, പകൽ കഴിച്ചാലും ഉറക്കം. അപ്പോൾ എല്ലാ സമയത്തും ടാബ്ലറ്റ് കഴിച്ചാലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യേശുവോടും അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടെ ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചില്ല. പിന്നെ എപ്പോഴോ ഇത് മാറിപ്പോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് അലർജി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എന്ത് ഫുഡ് കഴിച്ചാലും ഒരു പ്രോബ്ലവും ഇല്ല, ഒരു അലർജി ഇല്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 1 year ഇപ്പം ഞാൻ ഒരു ടാബ്ലറ്റ് പോലും മെഡിസിൻ്റെ ഒരു അലർജിയുടെ ഒരു ടാബ്ലറ്റ് പോലും എടുക്കണില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇപ്പോൾ പലപ്പോഴും ഞാൻ 2019 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത് 8ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ടാണ്. ഇന്ന് ഞാൻ ഉടമ്പടി പത്രം കയ്യിലെടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാൻ എന്താണ് എഴുതേണ്ടത് ഇതിനകത്തുനിന്ന്? എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. ഇന്ന് എന്നോട് മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ലോർഡ്, താങ്ക് യു ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് മാത്രമാണ് എനിക്ക് അതിനകത്ത് എഴുതാൻ, വേറെ ഒന്നും എനിക്ക് ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒരു കാര്യവും അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഉടമ്പടി പത്രത്തിനകത്ത് വെറും ഒരു നിയോഗവും ഒന്നുമില്ലാതെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ടു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് റിസീവ്ഡ്. ലൈക്ക് വേറെ ഒന്നും എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എഴുതി വെച്ചു, വേറെ ഒരു നിയോഗവും ഇല്ലാതെ ജസ്റ്റ് താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് ഗിവൺ അസ്. എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളും ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിച്ച് നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഈ ഒരു പോറൽ പോലും വരുത്താതെ, ഒരു മുള്ളിൻ്റെ വേദന പോലും വരുത്താതെ ഇപ്പോഴും ഈ അൽത്താരയിൽ മാതാവും ഈശോപ്പയും കൊണ്ടു നിർത്തിയത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചത് തന്നെ, ഞാനിപ്പോൾ പോയിട്ടൊരു 7 മാസമേ ആയിട്ടുള്ളൂ. ജപമാല റാലിക്ക് വരണമെന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ജപമാല റാലിയാണ്. കഴിഞ്ഞ വർഷം ദൈവാനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനായി മാതാവ് തന്ന കൃപയ്ക്കും യേശുവയ്ക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മംഗലാപുരത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഞാൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, മെഡിക്കൽ കോളേജ്. ബിക്കോസ് എനിക്ക് മംഗലാപുരത്തെ ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ട്രെയിനിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോയി, മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പേഷ്യൻസിനെ കാണുകയും അവർക്ക് ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പല കുടുംബങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമായി. ഇപ്പോൾ അവർ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സ്നേഹത്തിൽ അവരെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുമായിട്ട് ഇപ്പോൾ എനിക്ക് പരിചയമായി. മീൻസ് അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഈ മംഗലാപുരത്ത് നിന്ന് ഇത്രയും ദൂരെ എന്തിനാണ് പോകുന്നത്? മാതാവ് എനിക്ക് വേറെ ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ. അപ്പം മംഗലാപുരത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു 2 ബസ് പോയിട്ട് ഒരു ക്യാൻസർ സെൻറ്റർ ഉണ്ട് അവിടെ. അതായത് ലാസ്റ്റ് സ്റ്റേജിലായിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. അതായത് അവരെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റിലായിട്ടുള്ള, അതും ആവേ മരിയ പാലിറ്റേറ്റീവ്, മാതാവിൻ്റെ പേരിലുള്ള ഒരു പാലിറ്റേറ്റീവ് കെയറിൽ മാതാവ് എന്നെ കൊണ്ടുവിട്ട് അവിടെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോണ മാതിരി എല്ലാ ദിവസവും പോയി അവിടുത്തെ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുകയും അവർക്ക് മാക്സിമം അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്യാറ്. ചിലപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസാണ്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, അവർ നമ്മുടെ കയ്യിൽ യേശുപ്പയുടെ കൈയാണ് നമ്മുടെ കൈകളിൽ പിടിക്കുന്നത്. അവരെ ചിലപ്പോൾ നമ്മൾ
പിറ്റേ ദിവസം പോകുമ്പോൾ അവരുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവരെ അവസാനമായിട്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കാനുള്ള ഈ കൃപയൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയും ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് ഇതെല്ലാം കിട്ടിയത്. അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു 600 പേർക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് അവിടെയും കൂടെ പോയിരുന്ന് അവിടെ കൂടെ ഇരുന്ന് സെർവ് ചെയ്യാനായിട്ടുള്ള ആ കൃപയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്ന മാതിരി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുമ്പോൾ, ഉടമ്പടി പത്രം ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാറുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ പോയി കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എനിക്കത് കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തെ കൈമാറുന്നു, ദൈവത്തിൻ്റെ വചനം കൈമാറുന്നു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ഒത്തിരി അറിവ് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ആ പത്രം അത് വായിക്കാൻ ശ്രമിക്കും, കംപ്ലീറ്റായിട്ട് വായിക്കാൻ ശ്രമിക്കും. അതിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ മാതാവിൻ്റെ കാശരൂപം വാങ്ങി വഴിയിലൊക്കെ പോയി ആൾക്കാർക്കൊക്കെ കയ്യിൽ കാണുന്നവർക്കൊക്കെ ബ്ലസ്ഡാന്ന് പറഞ്ഞ് കൊടുക്കുകയും അവർക്ക് മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവൊക്കെ മാതാവ് എപ്പോഴും തരുന്നുണ്ട്. കൂടുതലും ഞാൻ പത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് ഗോവയിൽ പോയി പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അറിയാത്ത പള്ളികളിൽ ഇപ്പോൾ കുറേ ഇൻറ്റീരിയറായിട്ടുള്ള റിമോട്ട് ഏരിയാസിലുള്ള പള്ളികളിലൊക്കെ അവിടെ കൃപാസനത്തെ പറ്റിയൊന്നും അവർക്ക് അറിയുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. പലർക്കും എല്ലാവർക്കും അറിയാം, പക്ഷേ ചില ഏരിയാസിലൊന്നും ചില പള്ളികളിലൊന്നും ഈ കൃപാസനം മാതാവിനെ അറിയാത്ത പള്ളികളിൽ മാതാവിനെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ എല്ലാം കൊണ്ടുപോയി എന്നെ കൊണ്ട് പത്രം കൊടുപ്പിക്കാനുള്ള ആ കൃപയും അനുഗ്രഹങ്ങളും ഒത്തിരി തന്നിട്ടുണ്ട്. ആ ഒരു കൃപയാണ് ഈ ഉടമ്പടി കൂടെ എനിക്ക് ഏറ്റവും കിട്ടിയത്. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഉള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഇപ്പോൾ കിട്ടിയിട്ട്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നു. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, പുറത്തുനിന്നുള്ള കാണുന്ന. ഇപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആ രോഗികളെ കാണുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സംരക്ഷിക്കും എന്നുള്ള ഒരു അനുഗ്രഹവും അറിവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ഒരു പോറൽ പോലും എപ്പിക്കാതെ നടത്തുന്ന യേശുക്ക് ഒത്തിരി നന്ദി പറയാനുള്ള സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷക പ്രവർത്തനം. പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടുന്ന പൈസ ഫിനാൻഷ്യലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഒരു മടി കൂടാതെ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അത് അറിയിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അറിയില്ല ആർക്കാണ് കൊടുക്കേണ്ടത്. അത് അർഹിക്കുന്നത് യേശു അപ്പായ്ക്ക് ആവശ്യമുള്ളവരെ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും കാണിച്ചു തരും. ഒരു ജെനുവിനായിട്ട് അവർക്ക് പൈസയുടെ ആവശ്യമുള്ള ആൾക്കാരെ കാണിച്ചു തരാറുണ്ട്. അത് മാതാവ് കൂടെ വന്ന് കാണിച്ചു തരാറുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. പിന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടെന്നുള്ള നല്ലൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ കൂടെ ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, അതായത് ജാനുവരിയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അടുത്ത തവണ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം, അതും ഈ സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് എന്നെ കാണിച്ചു. ഞാൻ മുകളിൽ സാക്ഷ്യപത്രം എഴുതിക്കൊണ്ട് ഈ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മാതാവിനെ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, എൻ്റെ മാതാവ് എനിക്ക് അടുത്ത പ്രാവശ്യം സാക്ഷ്യം വരുമ്പോൾ ഈ ജിന സിസ്റ്ററിൻ്റെ അടുത്ത് നിന്നോണ്ട് സാക്ഷ്യം പറയണത് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്ന സാക്ഷ്യമാണ്. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു. മാതാവ് എൻ്റെ ചാൻസ് വന്നപ്പോൾ തന്നെ സിസ്റ്ററിനെ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇത് സത്യം പറഞ്ഞ നന്ദിയോട് ഞാൻ മാതാവിനെ സ്തുതിക്കുന്നു. എൻ്റെ യേശോയ്ക്ക് നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ കൃപകൾക്കും നന്ദി. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. കർത്താവേ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. സജു ജോൺ എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ തനിക്കിന്നും തൻ്റെ പറഞ്ഞ സാലറി തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സജു ഇവിടെ പറഞ്ഞു. എന്നാൽ അതൊന്നും സജുവിനൊരു പ്രതിബന്ധമല്ല ദൈവത്തിന് നന്ദി പറയുവാൻ. വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുവാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ നമുക്കുള്ളൂ: വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു.
അതാണ് ഇന്ന് ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ നിന്ന് ഓരോ സാക്ഷ്യവും പറയുമ്പോൾ ആ മക്കൾ നമ്മോട് പറയുക, അവർ പറയാതെ പങ്കുവയ്ക്കുന്നത് അതാണ്. തൻ്റെ ജീവിതത്തിൽ ഇന്ന് എല്ലാം തികഞ്ഞിട്ടല്ല ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുക. എന്നാൽ തനിക്ക് ലഭിക്കുന്നതൊക്കെ കൃപകളായിട്ട് ഈ മകൻ കാണുകയാണ്. സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് അറിവ് മാത്രമാണ്. എന്തിനാണ് എന്നുള്ളതാണ് ജ്ഞാനം. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരേണ്ടത്. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുന്നവരായി മാറുകയാണ് ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾ. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നോ, തനിക്ക് പരിചയമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ കുടുംബത്തെ തൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാക്കി ആ കുടുംബത്തെ മാറ്റുവാനൊക്കെ ഇന്ന് സജു എന്ന ഈ മകന് സാധിക്കുന്നുണ്ട്. തനിക്ക് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ, അതിനൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള, അതായത് തൻ്റെ ജീവിതത്തിൽ ഇനി കുറച്ചുകൂടി ദൂരം നടന്നു പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരവസ്ഥയെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനും അതനുസരിച്ച് ചെയ്യുവാനുമൊക്കെ ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ, അതും തനിക്ക് 15 മാസം ജോലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തനിക്ക് ലഭിച്ച ജോലിയെക്കുറിച്ച് നന്ദിയുള്ളവനായിട്ടാണ് ഇന്ന് സജീവ് ഇവിടെ വന്ന് നിൽക്കുക. ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് എത്രയോ മക്കളെയാണ് ഇന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ഈ വർഷം ജപമാല റാലി കഴിഞ്ഞു പോകുമ്പോൾ പലരും അമ്മയുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടാണ് പോവുക. അമ്മേ, അടുത്ത വർഷം എനിക്ക് വരണം. ഈ ബുക്കിംഗ് ആണ് നാം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്വർഗത്തിൻ്റെ റാണി നമുക്ക് വേണ്ടിയിട്ട് ഫയലിൽ ഒപ്പിടുന്നു എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഇന്ന് മാറ്റമുള്ള വ്യക്തിയായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി തൻ്റെ സമയവും ആരോഗ്യവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട്, പ്രാർത്ഥനയിലൂടെ അവരെ കൂടുതൽ ബലപ്പെടുത്താനായിട്ടൊക്കെ ഇന്ന് ചെറുപ്പക്കാരായ സജുവിനെ പോലെയുള്ള മക്കൾക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ, അതും അമ്മ നമുക്ക് നൽകുന്ന ഒരു അറിവാണ്, തിരിച്ചറിവാണ്. ഈ അറിവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ കൃപകൾക്കും ദാവീദ് പറഞ്ഞതുപോലെ അടിയൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുവാൻ അടിയൻ ആരാണ് എന്നുള്ളതാണ് 17-ാം അധ്യായത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കേട്ട തിരുവചനം. അതുപോലെ തന്നെ ഇന്ന് സജു ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് മാതാവിനും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ബ്ലസ്സൻ, എൻ്റെ ജീവിത പങ്കാളി ഗ്രീനി, മകൻ കെവിൻ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. ധ്യാനം പിന്നെ ജപമാല റാലി പങ്കെടുക്കുവാനായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ എത്തിച്ചേർന്നത്. അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ എനിക്ക് സാക്ഷ്യം പറയുവാനും അവസരം ലഭിക്കുകയുണ്ടായി. ഞാൻ UK സമയത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. എനിക്കവിടെ ഒരു പ്രൈവറ്റ് കെയർ ഹോമിലാണ് ആദ്യമായിട്ട് ജോലി ലഭിക്കുന്നത്. ഏതാണ്ട് 1 വർഷക്കാലം ഞാനവിടെ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടുത്തെ NHS മിനിസ്ട്രിയിലേക്ക് വരികയുണ്ടായി. ഞാനതിന് അപ്ലൈ ചെയ്തു. സാധാരണഗതിയിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. അതുപോലെ 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന, അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു കൗണ്ടി എന്ന് പറയാം, അവിടെ ആ കൗണ്ടി മുഴുവൻ പങ്കെടുത്തതായ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ എനിക്കതിൽ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 50 പേരോളം വന്ന ഒരാളിൽ ഞാനും ഒരാളായിട്ട് ഭാഗമാകാനായിട്ട് പരിശുദ്ധമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ പ്രൈവറ്റ്, അത് ബാങ്ക് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത്, ബാങ്ക് ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പെർമനൻ്റ് അല്ല, എവിടെ വേക്കൻ്റ് ഉണ്ടോ ആ സ്ഥലത്ത് പോയി പിക്ക് ചെയ്ത് ജോലി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെർമനൻറ്റ് ഡ്യൂട്ടി, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ജീവിത പങ്കാളി ഗ്രീനി എപ്പോഴും പറയും, ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അവിടത്തേക്കൊരു വേക്കൻസി വരികയും ഞാൻ അതിനും ഈ പറഞ്ഞ മാതിരി വീണ്ടും അപ്ലൈ ചെയ്തു. അതും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വിടുമ്പോൾ അവിടെ ഷോർട്ട് ലിസ്റ്റിൽ അവിടെയും ഞാൻ സെലക്റ്റായി. അവിടെ അതിലും ഞാൻ അവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ എനിക്കവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി. ഞാനിപ്പോൾ 1 വർഷമായിട്ട് അവിടെ സ്ഥിരമായിട്ട് NHSൽ ജോലി ചെയ്യുന്നു. ഞങ്ങളിവിടെ അവിടെ നിന്നല്ല, എവിടെ പോയാലും ഞങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും
തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ എന്നും ഉപയോഗിച്ചിട്ട് മാത്രമേ ഏതൊരു സ്ഥലത്തേക്കും ഏത് കാര്യത്തിന് പോയാലും ഞങ്ങൾ പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ തിരുകുമാരൻ്റെയും കൃപയാൽ എനിക്കവിടെ ജോലി ചെയ്യുവാനായിട്ട് ഞാൻ മാത്രമേ ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ മാത്രമേ ഒരു ഓവർസീസായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇംഗ്ലീഷുകാർ മാത്രമാണ്. അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓവർസീസിൽ നിന്ന് ഒരാളവിടെ സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുന്നത് തന്നെ. പിന്നെ അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ സൗദിയിൽ 24 വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് അവിടെ കിട്ടും. ഞാൻ വളരെ ചെന്നൊരു വർഷം ഞാൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടുമെന്നുള്ള എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ ഇത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം പിന്നെ 4ാമത്തെ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു ലേഡിയാണ് എൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറയുണ്ടായി, ലേഡി അവിടെ വന്നു കഴിഞ്ഞാൽ ലേഡി ഒരു മനുഷ്യർക്ക് അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഇതല്ല. പക്ഷേ അന്ന് അവിചാരിതമായിട്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെ അന്ന് ഡ്രൈവിങ്ങിന് വരുന്ന സമയത്ത് വരികയുണ്ടായി. അപ്പം വൈഫിൻ്റെ മനസ്സിൽ ഞാൻ തോന്നിക്കുകയാണ്, മാതാവായിരിക്കും ഇന്ന് വരുന്നത്, ടെസ്റ്റിന് വരുന്നതെന്നൊരു തോന്നലുണ്ടായി. അതുപോലെ തന്നെ ആ ലേഡിയാണ് എനിക്ക് അന്ന് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയത്. ഞാൻ ആ അറ്റംപ്റ്റിൽ പാസ്സായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞുണ്ടായി, ഇത്രയും നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന നിനക്ക് പിന്നെ എന്താണ് ഇത്രയും നാളായിട്ട് ലൈസൻസ് കിട്ടാതെ പോയതെന്ന്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ തിരുകുമാരൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവിനാൽ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുകയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് ആഴപ്പെട്ട് ജീവിക്കുന്നോ അത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വേണ്ട കൃപകൾ അല്ലെങ്കിൽ മാതാവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഈ അവസരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ജീവിത പങ്കാളിയെ പറ്റി. കാരുണ്യപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പം ഞങ്ങളെല്ലാവരും ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇവന് 18 ജസ്റ്റ് വയസ്സായതേ ഉള്ളൂ. അതുകൊണ്ട് അവന് ഉടമ്പടി എടുത്തില്ല. അടുത്ത വർഷം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, അവൾ ജോലി ചെയ്യുവാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ മോളും പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലുണ്ട്. പിന്നെ ഇവനും കഴിവുള്ള സമയത്തൊക്കെ ഞങ്ങൾ രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം വരികയും എടുക്കുകയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടെ കിട്ടുമ്പോഴൊക്കെ വരുന്ന സമയത്ത് എല്ലാ വർഷവും വരുമ്പോൾ ഉടമ്പടി എടുക്കുമ്പം കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം പലയിടത്തായിട്ട് പലർക്കായിട്ടാണ് അത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ ധ്യാനവും അതുപോലെ സാക്ഷ്യങ്ങളും ഞങ്ങൾ ഫുൾ ടൈം വേറെ ഒന്നും കാണാറില്ല. നേരത്തെയൊക്കെ നമ്മൾ സീരിയൽ അങ്ങനെയൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെയുള്ള ഒന്നും തന്നെ കാണാറില്ല. ഞങ്ങൾ 2 പേരും എല്ലായ്പ്പോഴും തന്നെ നമ്മൾ ഏത് ജോലി അടുക്കളയിൽ ജോലി ചെയ്യുവാണെങ്കിലും അല്ലാത്ത സമയത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലായ്പ്പോഴും തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു. അതുപോലെ കുർബാനയൊക്കെ എപ്പോഴും ഞങ്ങൾ പോകുന്ന ആഴ്ചയിലൊക്കെ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഞങ്ങളുടെ ജോലി സമയം അനുസരിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാ മാസവും തന്നെ ഞങ്ങളുടേതായ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരിയ ഇവിടെ വീട്ടിലുള്ളവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരുടെ കാണാറുണ്ടല്ലോ, ഇങ്ങനെ അസുഖമാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യമാണ്. അത് മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തിത്തരും. ഞാൻ ഇവിടെ നിന്ന് UK പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ആളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ്, നിനക്ക് അപ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തും. അതുതന്നെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഓരോ വഴികളിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വന്നാലും ഞങ്ങൾക്കത് ദൈവം നന്മയ്ക്കായിട്ടായിരിക്കും വരുത്തുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞങ്ങൾ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരു ആത്മീയ ജീവിതം കണ്ട് അവർക്കും ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അഥവാ കുടുംബ പ്രാർത്ഥനയ്ക്ക് അഥവാ സമയം കിട്ടി നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകാറുള്ളത്. മറ്റുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാറുണ്ട്.
അങ്ങനെയൊക്കെ ദൈവം ഞങ്ങളോട് അടുപ്പിച്ചു. അതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും എൻ്റെ നാത്തുമാർ, ആങ്ങളമാർ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി ഒരു ജീവിതം ഉടമ്പടി എടുത്തവരാണ്. എൻ്റെ അനിയത്തി, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ അങ്ങനെ ഞങ്ങളെ എല്ലാ വഴികളിലും ദൈവം തന്നാലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട്, അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഉടമ്പടി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ ഈവൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ബാഗിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഇവിടുത്തെ ഉപ്പ് കാണും. ഇറങ്ങുമ്പം തൈലം പുരട്ടിയിട്ട് മാത്രമേ എവിടെ പോയാലും ഞങ്ങൾ പോവുകയുള്ളൂ. ആ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വണ്ടിക്കകത്ത് പ്രാർത്ഥിച്ച മാതാവിൻ്റെ ഈ കാശുരൂപം പിടിച്ച് ആദ്യം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. എത്രയും ദയുള്ള മാതാവ് അല്ലെങ്കിൽ അമ്മ പരിശുദ്ധമ്മ പ്രത്യക്ഷീണത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വണ്ടി തന്നെ എടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുന്നതിന് സൈഡിലായിട്ട് ആരും ചവിട്ടാതെ എല്ലായ്പ്പോഴും ഒരു തുള്ളി ഉപ്പിട്ടിട്ട് മാത്രമേ ഞങ്ങൾ കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി നമ്മൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് അതെല്ലാം തട്ടി നീക്കി വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പറഞ്ഞാൽ നമുക്കത് തീരുകയില്ല. ഈ ഉടമ്പടി തൈലം, ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ചെറുതും വലുതുമായത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പലരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയെ ആയിരം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ആയിരം നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ എന്നും ഈ ഉടമ്പടി ജീവിതം മാത്രമായിരിക്കും ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു. എഫേസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. ബ്ലസൻ തോമസ് എന്ന ഈ മകനും കുടുംബവും മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. നാം അറിയുന്ന, നാം അനുഭവിക്കുന്ന രക്ഷകനും നാഥനുമായി നാം ഏറ്റുപറയുന്ന, നമ്മുടെ ജീവിതത്തിന് സൗഖ്യവും അനുഗ്രഹവും പുതിയ വഴികളും തുറന്നു തരുന്ന ആ ഈശോയെക്കുറിച്ച് നാം പങ്കുവയ്ക്കുന്നതാണ്, കൈമാറുന്നതാണ് ഓരോ കൃപാസനം പത്രത്തിലൂടെയും. എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ സ്വന്തമാക്കി എന്ന് നമ്മൾ പറയുന്നതാണ് ഒരു കൃപാസനം പത്രം കൈമാറുന്നതിലൂടെ. അപ്പോൾ അനേകർ അതിലൂടെ ആകർഷിക്കപ്പെട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി അവരുടെ പഴയ ജീവിതത്തിൽ നിന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നാം അവരെ സ്വാധീനിക്കുകയും അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അത് അനുഭവങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രേക്ഷിതരായി സുവിശേഷ പ്രവർത്തകരായി ലോകത്തിൽ മാറുകയാണ്. ലോകത്തിനൊന്ന് ആവശ്യം, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മയ്ക്കാവശ്യം ദൈവത്തെ ആദരിക്കുന്ന, ദൈവസ്നേഹത്താൽ ജീവിക്കുന്ന, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഈ ഉടമ്പടി അവസാനിക്കുന്നത് നിത്യതയോളമാണ്. ഈ ലോകത്തിലോ 90 ദിവസത്തിലോ ജോലി കിട്ടുമ്പോഴോ പരീക്ഷയ്ക്ക് ജയിക്കുമ്പോഴോ സ്ഥലം വാങ്ങുമ്പോഴോ തീരുന്നതല്ല ഉടമ്പടി എന്ന് ജോസഫ് അച്ഛൻ ധ്യാനത്തിലൂടെ ആവർത്തിച്ച് പറയുന്നതിന് കാരണം, സ്വർഗം സ്വന്തമാക്കുന്നത് വരെയും നിൻ്റെ ജീവിതം നയിക്കുവാൻ, ആത്മാവിൻ്റെ പ്രചോദനത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് പ്രസക്തിയില്ലാതെ പോകും. അതുകൊണ്ട് ഓർക്കണമേ, നമുക്ക് ജോലിയും ആരോഗ്യവും സമ്പത്തും തരുവാൻ വേണ്ടി അല്ല അമ്മയുടെ പ്രത്യക്ഷീകരണം, മറിച്ച് തിരുക്കുമാരനെ ലോകമെന്നും ആരാധിക്കുവാനും തിരുക്കുമാരൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക്, അവൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്ത, ജീവനാൽ നേടിയെടുത്ത സ്വർഗത്തിൻ്റെ സന്തോഷമുള്ള നിത്യതയിലേക്ക് നമ്മുടെ ജീവിതം നടക്കുവാൻ വേണ്ടിയാണ്. അതിനെതിരായി എന്തൊക്കെ സ്വഭാവമുണ്ടോ, എന്തൊക്കെ ജീവിത രീതിയുണ്ടോ, ഏതൊക്കെ ആസക്തികളും സ്വാധീനങ്ങളും നമ്മളിലുണ്ടോ, അവയിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുവാനാണ് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നത്. ആ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഉടമ്പടിയിൽ പിച്ചവെച്ച് തുടങ്ങുകയും വിശ്വസ്തരാവുകയും ചെയ്യുമ്പോൾ സമാധാനത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. സ്നേഹമാണ് നമ്മളിൽ നിറയുന്നത്. ക്ഷമയാണ് നമ്മളിലൂടെ മറ്റുള്ളവർ എപ്പോഴും അനുഭവിക്കുന്നത്. ആ വളർച്ചയും ബോധ്യവും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മ മാതാവിനും ഈശോനും
കോടാനുകൂടി നന്ദി. ഞാൻ 2022 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തന്നെ വരുന്നത്. 2022 മുന്നേ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളിലും ബാക്കി പള്ളിയിൽ പോക്കും അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു. 2022 എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടതിൽ ഞാൻ എല്ലാ ദിവസവും ജോബുകൾ അപ്ലൈ ചെയ്യുന്നു. ഒരു ജോബും എനിക്ക് കിട്ടിയില്ല. ഓൾമോസ്റ്റ് ഒരു 10 മാസം വരെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് ചേർന്ന് എല്ലാം പാലിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എന്താണ് അതിൽ കുറവെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനമായാണ് എനിക്കറിഞ്ഞത് എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുടെ ചേട്ടൻ ഭാര്യയുടെ അടുത്ത് ഇതേവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. ഉടമ്പടിയിലുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ 7-ാം മാസം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചേട്ടൻ്റെ കൂടെ സംസാരിക്കണം, ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ തടസ്സം എന്ന്. പക്ഷേ വൈഫിന് ഒരിക്കലും സംസാരിക്കാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല. പിന്നെ 10-ാം മാസം ഞാനിങ്ങനെ ആവർത്തിച്ച് 7-ാം മാസം തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 10-ാം മാസം വൈഫിന് മനസ്സ് തോന്നി ചേട്ടനോട് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എടുത്തത് ചേട്ടൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഇതുപോലെ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടന് ബിസിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ദൈവം നമ്മൾ പറ്റാത്ത ആൾക്കാരോട് സംസാരിക്കണം എന്നാണല്ലോ ഉടമ്പടിയിലുള്ളത്. അപ്പം നീ എന്തായാലും ട്രൈ ചെയ്ത്, അതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കത് നീ വിളിച്ചെന്നെങ്കിലും അറിഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല, പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ബഹ്റിനിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് HR-നെ പെട്ടെന്ന് കണ്ടപ്പോഴാണ്, HR-ന് മാനേജർ ഒരു സ്ത്രീയായിരുന്നു, ഗർഭിണിയായ സ്ത്രീ. മാതാവ് എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ കമ്പനിയിൽ ഇതാണ് മാക്സിമം സാലറി ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു HR-ഉം ഒരിക്കലും ആരുടെ അടുത്തും സാലറി പാക്കേജിനെ കുറിച്ചൊന്നും പറയത്തില്ല, നമ്മളോടാണ് ചോദിക്കുന്നത് എത്ര സാലറി വേണമെന്ന്. അപ്പോൾ അങ്ങനെ സാലറി ഇതുപോലെ ഈ പാക്കേജാണെന്ന് പറഞ്ഞു. എനിക്കിവിടെ നാട്ടിൽ നിന്ന് കൃപാസനത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് ഒരു വ്യക്തി കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഞാനത് ഫയലിൽ അത് ഉടമ്പടി ഒപ്പിട്ടിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, എൻ്റെ റെസ്യൂമിലൊക്കെ. അപ്പം ഞാൻ എൻ്റെ റെസ്യൂം കൊണ്ടുപോയി ആ ഒപ്പിട്ട റെസ്യൂമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അത് നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇനിയൊരു റെസ്യൂം ഉണ്ടായി. ആ ഒപ്പിട്ട റെസ്യൂം അവിടെ ടേബിളിൽ വെച്ചിട്ട് ആ റെസ്യൂം പഴയ റെസ്യൂമായിരുന്നു എൻ്റെ. അതിൽ വളരെ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്ത ഒരു നോർമൽ CV ആയിരുന്നു. പക്ഷേ പുള്ളി ചോദിച്ച 2 ചോദ്യങ്ങളാണ്. എപ്പോൾ ജോയിൻ ചെയ്യും, എത്ര ശമ്പളം വേണമെന്ന്. ശമ്പളം ഓൾറെഡി HR പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞു. അത് പുള്ളി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്ക് എല്ലാം സംഭവിച്ചത്. ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയതിൽ പെട്ടെന്ന് എല്ലാം ശരിയായെന്നുള്ളൊരു ഫീലിംഗ് ആയി. പിന്നെ ഈ 10 മാസത്തിൽ ഞാൻ അവിടെ ഗൾഫിൽ എല്ലാവർക്കും അറിയാം, അവിടെ 1 മാസം റെൻറ്റ് കൊടുത്തില്ലെങ്കിലും നമുക്ക് അവിടുത്തെ അറബികളായാലും ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് നമുക്ക്. പക്ഷേ ഞാൻ 10 മാസമായിട്ട് റെൻ്റൊന്നും കൊടുത്തില്ല. അതിന് മുന്നേയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുമെന്നെങ്കിലും എനിക്ക് ആ റെൻറ്റ് എനിക്ക് ജോലിയില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി കുഴപ്പമില്ല എന്നുള്ള പോലത്തെ രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അത്രയും ഹാർഷായിട്ട് ഒന്നും ബിഹേവ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ്, ഇനി ഇലക്ട്രിസിറ്റിയുടെ പേയ്മെൻറ്റ് ഞാൻ ചെയ്യത്തില്ല, നീ റെൻറ്റും കൊടുക്കുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ ഞാനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ജോലി കിട്ടി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി അവിടെ കട്ട് ചെയ്തു. അവിടുത്തെ ഗൾഫിൻ്റെ ചൂടിൽ നിങ്ങൾക്കറിയാം
ഒരിക്കലും നമുക്ക് ഒരു മണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഒരാഴ്ച വീതം ഫുൾ ആൻഡ് ഫുള്ള് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വെറുതെ മെഴുകുതിരി മാത്രം കത്തിച്ച് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കടന്നുപോയി. അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം കിട്ടി, പുതിയ ജോലിക്ക് ജോയിൻ ചെയ്ത ശമ്പളം കിട്ടി. ഞാൻ വീട് മാറി അങ്ങനെ വേറെ വീട്ടിലേക്ക് താമസത്തിലേക്ക് പോയി. പിന്നെ ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാറില്ല. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ 10 മാസത്തിൽ എൻ്റെ ജോലി പോയതിൽ കുറേ കടബാധ്യതയിലേക്ക് ഉള്ളായി. കുറഞ്ഞതൊരു 25 ലക്ഷത്തിൻ്റെ അടുക്കെ കടബാധ്യതയിലേക്ക് ഞാൻ പോയി. പലിശയും എല്ലാം കൂടി പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയി. എൻ്റെ അവിടുത്തെ ബാങ്കുകളിലെ സിബിൽ സ്കോർ എന്ന് പറയും, അതെല്ലാം വളരെയധികം മോശമായിരുന്നു. എനിക്ക് ഒരു ബാങ്കും അവിടെ ബെഹ്റിനിൽ ലോൺ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി കിട്ടി ഒരു 2-3 കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബാങ്കുകളിലും. പക്ഷേ ഒരു ബാങ്കുകളിലും എനിക്ക് ലോൺ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് മാതാവിൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ മാസം 10 ദിവസത്തെ പെരുന്നാൾ അവിടെ പള്ളിയിൽ ആഘോഷിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചു, ഇതുപോലെ ജപമാല റാലിക്ക് എനിക്ക് പോകാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട്. ഇന്നേ വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് സംഭവിക്കില്ലെന്ന് എനിക്ക് അറിയാം, എന്നാലും മാതാവിനോട് ചോദിക്കുന്നു എന്ന് ആ ഒരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ പെരുന്നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു റിസൾട്ട് തരണം എന്നായിരുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ കടങ്ങളെല്ലാം ഞാനും എൻ്റെ ഭാര്യയും കൂടി വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഞാൻ വൈഫിന് അയച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഇത്ര കടങ്ങളുണ്ടെന്ന്. അത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ കാലിൽ ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജ് മാത്രം ഓപ്പൺ ചെയ്യും, എന്നിട്ട് ആ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്തെങ്കിലും ചെയ്യണേ എന്ന്. 3-ാമത്തെ ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ഞാൻ ആ വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യോ മെസ്സേജ് ഹാസ് ബീൻ ഡിലീറ്റഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ടപ്പോൾ വളരെയധികം ഷോക്കായിപ്പോയി. എന്തെന്നാൽ അത്രയും ആലോചിച്ചൊക്കെയാണ് ഓരോ കടങ്ങളും കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു, ഇതുപോലെ എന്ത് പറ്റി, ഇത് കടങ്ങൾ ഇങ്ങനെ വെച്ചിരുന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നീ വല്ലതും ഡിലീറ്റ് ചെയ്താന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, ഇത് ഉറപ്പായിട്ടും അമ്മ മാതാവാണ് ഡിലീറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വളരെയധികം വിശ്വസിച്ചു. അതിനു മുന്നേ ഈ റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ റെൻറ്റ് ഓരോ മാസങ്ങളും ഞാൻ ഒരു ചെറിയ എമൗണ്ടായിട്ട് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടച്ചുകൊണ്ടായിരുന്നേച്ചത്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഓണർ എനിക്ക് എതിരായിട്ട് ഒരു കേസ് കൊടുത്തു. ഈ പൈസ മൊത്തം വേണം എന്നും പറഞ്ഞ് എനിക്ക് കേസ് കൊടുത്ത് ട്രാവൽ ബാൻ ആക്കി. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ആകെ കടങ്ങളും എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുടുങ്ങി. അവസാനം ഞാനിങ്ങനെ കോർട്ടും കേസുമായിട്ട് ഓരോ ദിവസങ്ങൾ കയറി ഇറങ്ങുമായിരുന്നു. കോർട്ടിങ്ങനെ വിധി പറഞ്ഞ് നീണ്ടു പോവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആകുന്ന ഒരു ദിവസം എത്തി. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നാളെ ഇതുപോലെ പ്രശ്നമാണ്, നാളെ എന്താവുമെന്ന് അറിയില്ല, ഇത്ര പൈസ അടക്കാനുണ്ട്. ഞാൻ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും പുള്ളിയൊന്നും കേസ് പിൻവലിക്കുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് ആ കൂട്ടുകാരൻ പറയുന്നത്, ഞാൻ ഇന്നൊരു ലോൺ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു, അപ്പോൾ അത് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഞാനത് ഓൾറെഡി സാങ്ഷനായി, ഇനി നാളെ എനിക്ക് അമൗണ്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കണം, ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി സംസാരിച്ചിട്ട് നിനക്ക് എത്ര അമൗണ്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഇത്ര അമൗണ്ട് എനിക്ക് കൊടുത്താലേ ഈ കേസ് പിൻവലിക്കുള്ളൂ എന്നുള്ള പോലെ പുള്ളി പറയുന്നെന്ന് പറഞ്ഞ് അവസാനം പുള്ളി ഉടനെ പുള്ളിയുടെ ലോൺ അല്ലാതെ എൻ്റെ അമൗണ്ടും കൂടി പുള്ളി ആഡ് ചെയ്ത് എനിക്ക് വേണ്ടി പുള്ളി ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ആ അമൗണ്ടും എനിക്ക് പുള്ളി കൊണ്ടുവന്ന് കയ്യിൽ തന്നു. വളരെയധികം അത്ഭുതമായിരുന്നു, എന്തെന്ന് പറയാനറിയില്ല. മാതാവിൻ്റെ ഓരോ
പ്രവൃത്തികൾ എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റാണ്ടായി. മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അടയാളം ഞാനൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഓരോ അടയാളങ്ങൾ വഴി മാതാവ് ഞങ്ങളിൽ പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാവൽ ബാൻ മാറി ആ ഒരു പൈസ അടച്ചതോടെ പിന്നെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഈ പെരുന്നാളിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെസ്സേജ് ഡിലീറ്റായി കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഒരു 2 ദിവസം എന്തോ ഉള്ളു പെരുന്നാളിന്. അപ്പോൾ മാതാവിനെ ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്തു വെക്കണം. മാതാവിനെ അകത്ത് പള്ളിയുടെ അകത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു ഇതുണ്ട്. പള്ളിയിൽ നിന്ന് മാതാവിനെ ഫാദറിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്ന. അതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ വെറുതെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലുലുവിൽ പോയായിരുന്നു. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ആ ബാങ്കിൻ്റെ വ്യക്തി എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരിക്കലും എനിക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ബാക്കി ഒന്നും കിട്ടത്തില്ല, എന്നാൽ എൻ്റെ സിവിൽ സ്കോർ ഒന്നുമില്ല, അല്ലാണ്ട് എനിക്ക് പല പ്രശ്നങ്ങളായി ഒരു ബാങ്കും എനിക്ക് ലോണ് തരില്ല എന്നാണ് 2 കൊല്ലങ്ങളായിട്ട് ഞാൻ ഓരോ ബാങ്കുകളിൽ പോകുമ്പോൾ ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഇൻസെൻറ്റീവ് എന്തെങ്കിലും കിട്ടുമായിരിക്കും, ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോ, പക്ഷേ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഡീറ്റെയിൽ മാത്രം കൊടുത്തിട്ട് പോന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ അപ്ലൈ ചെയ്ത് 85%, 90% ആയി, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ഓക്കെ ഇതൊക്കെ എല്ലാം നടക്കുന്നതാണ്, നമ്മൾ പണ്ടും കണ്ടതാണ്. 85-90% കഴിയും, പിന്നെ പുള്ളി ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഇതുപോലെ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ സ്കോറില്ല എന്നാണ്. പക്ഷേ പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സിവിൽ സ്കോറെല്ലാം ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പുള്ളിയുടെ റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ആരോ പറയുന്നുണ്ട് നീ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണെന്നുള്ളത് പുള്ളിയുടെ അടുത്ത് പറ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു, പിന്നെ മടിച്ച് പറഞ്ഞില്ല. അപ്പോൾ പുള്ളി അന്ന് രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ നിങ്ങളുടെ ലോൺ റിജക്റ്റായിപ്പോയി, എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസയിൽ എന്തോ പ്രശ്നമുണ്ട് കമ്പനിയുടെ ഇതിൽ, അതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ലോൺ കിട്ടത്തില്ലെന്ന്, നിങ്ങളും പറഞ്ഞിട്ട് കേട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു വേറെ ഒരു ലോണുണ്ട്, ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു. അന്നാണ് മാതാവിൻ്റെ പെരുന്നാൾ കഴിയാറാവുന്ന ദിവസം അടുക്കാറായി. അപ്പോൾ പുള്ളി ഒന്നും കൂടി അപ്ലൈ ചെയ്തു, ലോൺ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, 95% നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു, ഇനിയൊരു 5% കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് പുള്ളിയെടുത്ത് നിങ്ങൾക്ക് കൃപാസനത്തിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഒരു ഹൈന്ദവനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ, അമ്മ മാതാവിനെ എനിക്ക് 95% ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 5% ഉറപ്പായിട്ടും അമ്മ മാതാവ് ചെയ്യും. എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്കെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നടക്കുന്നത്. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്, അപ്പോൾ നാളെ എൻ്റെ ലോൺ പാസ്സാകും, നിങ്ങളത് കാണാൻ തന്നെ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞ് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് രാത്രി മാതാവിനെ പള്ളിയുടെ അകത്തുനിന്ന് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. എല്ലാം പെരുന്നാൾ കഴിഞ്ഞു, മാതാവിനെ ഞാനും 1-2 വ്യക്തികൾ പൊക്കി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ, അത്രക്കത്ര എനിക്ക് ടെൻഷനാണ്. എന്തെന്നാൽ എൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരു സംഭവമാണിത്, ഈ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ രാത്രി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞായിരുന്നു, മാതാവേ നാളെ എനിക്ക് വന്ന് ഈ ലോൺ യെസ് ഓർ നോ എന്നുള്ളത് എനിക്കൊരു 9:30 മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അവിടെ 9:30 മണിക്കാണ് ഇവിടുത്തെ ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ 9:30 മണിക്കുള്ളിൽ എനിക്ക് റിസൾട്ട് അറിയണം, അമ്മ മാതാവ് എന്തായാലും എനിക്കത് യെസ് ഓർ നോ എന്നുള്ളത് പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ബോധറാവില്ല എന്തെന്നാൽ എനിക്കറിയാം. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ്
ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ വിജയകുമാർ ബ്രദറിൻ്റെ ടോക്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു കാലത്ത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8:30 മണി 8:45 ആയി, 9 മണിയായി. ഞാനിങ്ങനെ വിചാരിച്ചിട്ടിരിക്കണേ 9:30 വരെ ഉള്ള ടൈം, ഇതിനുള്ളിൽ അറിയിക്കാനാണ് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്പീച്ചിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയകുമാർ ബ്രദർ ഒരു പള്ളീന് സംഭാവന കൊടുത്ത കാര്യങ്ങളും പുള്ളിയുടെ അടുത്ത് പൈസ ഇല്ലാണ്ട് നിന്നതും പുള്ളി പിന്നെ നല്ല രീതിയിൽ എത്തിയ കാര്യങ്ങളിലുള്ള ഒരു ടോക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ എല്ലാ കടങ്ങളും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഞാൻ നല്ല രീതിയിൽ എത്തി എന്നുള്ള പറയുന്ന സമയം കറക്റ്റ് ഞാൻ നോക്കുമ്പോൾ മണി 9:15 9:20 ആ റേഞ്ചിൽ പെട്ടെന്നൊരു മെസ്സേജ് എനിക്ക് വരുന്നു. നിങ്ങളുടെ ലോൺ പാസ്സായി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. 18 ലക്ഷത്തിൻ്റെ ലോൺ എനിക്ക് ആ സ്പോട്ടിൽ വെച്ച് എനിക്ക് പാസ്സായി. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മെസ്സേജ് ഡിലീറ്റ് ആയ കാര്യം നമ്മുടെ ലിവിങ് ഓറക്കിൾസിൽ ബഹുമാനപ്പെട്ട ജോമോൾ സിസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരും ഒരു ഡ്രാഫ്റ്റ് മെസ്സേജ് അവരുടെ കൂട്ടുകാരത്തി ഇങ്ങനെ അയക്കാനിരുന്നപ്പോൾ പെട്ടെന്ന് അവരറിയാണ്ട് തന്നെ ആ ഡ്രാഫ്റ്റ് മെസ്സേജ് സെൻഡായിപ്പോയി എന്നുള്ളത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുപോലെയാണ് എനിക്കും സംഭവിച്ചത്, ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയത്. പിന്നെ അതുപോലെ ജപമാല റാലിയും ഇപ്പോൾ അതുവഴി എല്ലാ കടങ്ങളും ഞാൻ ആ ചൊവ്വാഴ്ച വെച്ച് തന്നെ ആ കിട്ടിയ പൈസ അപ്പം തന്നെ ഞാൻ എല്ലാ കടങ്ങളും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വീട്ടി. ഇനിയുള്ള കടങ്ങൾ എൻ്റെ ശമ്പളത്തിൽ തന്നെ എന്തായാലും അടയ്ക്കാൻ പറ്റും, വലിയ കടങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ കടങ്ങളും തീർന്നു. ഞാൻ ജപമാല റാലിയിൽ കൂടാനായി ഇടയായി. എൻ്റെ കുടുംബത്തോടെ ഞാൻ ബഹ്റിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനും പറ്റി. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനും ഈശോനും കോടാനുകോടി നന്ദി. ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ വിസിറ്റിന് പോകാറുണ്ട് ആഴ്ചയ്ക്ക് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഓരോ പേഷ്യൻസിനെയും കാണും. നമ്മൾ കാണുമ്പോൾ ആ പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് നാട്ടിൽ പോകാനായിട്ട് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മരുന്നിന് പൈസ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് ഇടണമെങ്കിൽ ടിക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പത്രവിതരണം അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ചെയ്യാറ്. എന്തെന്നാൽ അവിടുത്തെ പള്ളിയിൽ അലൗഡല്ല. പള്ളിയിൽ പത്രവിതരണം കുറേ ആൾക്കാർ വന്ന് പത്രങ്ങൾ വെക്കുന്നതുകൊണ്ട് അവർ അലോ ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട്. അപ്പോൾ ആ ബുധനാഴ്ച 5 പേർക്കുള്ള ഭക്ഷണം അവിടെ വെച്ച് തന്നെ പാവപ്പെട്ടവർക്ക്, ഈ നമ്മുടെ ബഹ്റിനിൽ കാണുന്ന ഓരോ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ വണ്ടിയിൽ പോയി കൊടുക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ ആദ്യം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത് ഇതുപോലെ, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് മാത്രം എത്തിക്കണേ മാതാവേ എന്ന് പറഞ്ഞാണ്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പള്ളിയിൽ കുർബാന മുടക്കാറില്ല, എല്ലാ ദിവസവും കുർബാനക്ക് പോകാറുണ്ട്. ഇന്നുവരെ അമ്മ മാതാവ് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിൽ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. ലോറൻസ് റൊണാൾഡിൻ്റെ വളരെ ആത്മീയത നിറഞ്ഞ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഓൺലൈനിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്ന ലോറൻസിനെ കുടുംബത്തിനും ഇന്ന് വലിയ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കാനായി വരുന്നവരെല്ലാം തന്നെ വലിയ വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരാണ്. ഒട്ടുമിക്കവാറും ഒരു പക്ഷേ കടക്കണിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ കോർട്ട് കേസ്, ട്രാവൽ ബാൻ, റെൻറ്റ്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾ, 4th സ്റ്റേജ് ക്യാൻസർ, ഇങ്ങനെ ഒരുപാട് എല്ലാവരും കൈവിട്ട സ്ഥിതിയിലുള്ളവരാണ് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോകുന്നത്. ഇതിനൊന്നും സാധിക്കാത്തവരുടെ ഒരു നിരയാണ് ഓൺലൈൻ എടുത്ത് പ്രാർത്ഥിക്കുന്നവർ.
ലോറൻസ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. തൻ്റെ വൈഫിൻ്റെ സഹോദരനോട് ക്ഷമിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശം. നമുക്കറിയാം, ഉടമ്പടി തുടങ്ങുന്നതിന് മുൻപ് ജോസഫ് അച്ഛനും വിജയകുമാർ സാറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉടമ്പടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിജയകുമാറിന് സാറിന് ലഭിച്ചൊരു സന്ദേശമാണ് റിപ്പൻറ്റ്, അനുരഞ്ജനം. ജോസഫ് അച്ഛന് കിട്ടിയ മെസ്സേജാണ് ബ്ലെസ്സിങ്, അനുഗ്രഹവും അനുരഞ്ജനവും ഒന്നിച്ചു പോകുന്നതാണെന്ന് അന്ന് ജോസഫ് അച്ഛൻ നമ്മെ അറിയിക്കുകയുണ്ടായി. ഉടമ്പടിക്ക് ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു വലിയ 2 കാര്യങ്ങളാണ്. അനുരഞ്ജനം കൂടാതെ അനുഗ്രഹം സാധ്യമല്ല എന്നുള്ളത്. ലോറൻസിനെ പരിശുദ്ധ അമ്മ നയിച്ച ആ വഴികളിലൂടെ കൃത്യമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിനായി ഒരു വലിയ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. തൻ്റെ ജീവിതത്തിലുള്ള വലിയ കടക്കണി, തൻ്റെ ട്രാവൽ ബാൻ, അതുപോലെ തന്നെ കോർട്ട് കേസ്, എല്ലാത്തിൽ നിന്നും വലിയ വലിയ വിടുതലുകൾ നൽകി ഒരു അനുരഞ്ജനത്തിലൂടെ വന്ന ഒരു വലിയ മിറാക്കിൾ, ഒരു വലിയ അത്ഭുതമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. നമുക്കറിയാം, ലോൺ കൊടുക്കാനുള്ളൊരു സന്മനസ് കാണിക്കുന്ന ഒരു സുഹൃത്ത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും കാനായിലെ വിവാഹത്തിലെ ആ ലഹരി പിടിപ്പിക്കുന്ന വീഞ്ഞ് നമുക്കിപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ചവെള്ളം പോലെ യാതൊരു ടേസ്റ്റില്ലാത്ത ആ ജീവിതത്തിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളായും ദൂതന്മാരായും എല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം പറയുകയുണ്ടായി, എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ധ്യാന ദിവസമാണ്. ജോസഫ് അച്ഛൻ നമ്മെ വളരെയധികം ഒരുക്കത്തോടെ അച്ഛൻ്റെ വലിയ സാക്രിഫൈസോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണ് ചൊവ്വാഴ്ച ധ്യാനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് മെസ്സേജുകളും വാഗ്ദാനങ്ങളും എല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലോറൻസിനെ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സന്ദേശങ്ങളുമെല്ലാം ചൊവ്വാഴ്ചകളിലാണ്. പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഈ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ പ്രവാസികളായി കഴിയുന്ന വളരെ വിഷമത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും കൃപാസനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത മക്കളെയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷികളായി നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിൽജ ബേബി. ഞാൻ പാവർട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ആത്മീയമായ ഉണർവുണ്ടായി. പരിശുദ്ധ അമ്മയെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഒന്നാമതായി നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്നായിരുന്നു. അതുപ്രകാരം എൻ്റെ ജീവിത പങ്കാളിക്ക് 40 വർഷത്തിലേറെയായി പുകവലി എന്ന ദുശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അമ്മ പറയുന്നതായി തോന്നി, ഇത് നിയോഗം വെക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണ്ണിൽ നോക്കി നീ ഈ നിയോഗം പറഞ്ഞാൽ മതി. ഭർത്താവിനോടും അതുപ്രകാരം ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കി ഇതൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ അത് സാധിച്ചു തരുമെന്ന്. ഞാൻ നിയോഗം വെച്ചില്ല, എങ്കിലും നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുക്കാറുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പുകവലി പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 2 വർഷത്തോളമായി നിശേഷം പുകവലിക്കുന്നില്ല. അതുമാത്രമല്ല, പുകവലിക്കുന്നവരുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ആൾക്ക് പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്. രണ്ടാമതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. മകന് വ്യക്തിപരമായ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിക്ക് ശേഷം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ തലേണയുടെ അടിയിൽ വെച്ച് 7 ദിവസത്തോളം പ്രത്യേകമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള പരിശുദ്ധ മാതാവിൻ്റെ ഒരു തീർത്ഥകേന്ദ്രത്തിൽ ഞാനും മകനും രാത്രി പെരുന്നാൾക്ക് പോയപ്പോൾ ആ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ വെച്ച് അവൻ എന്നോട് അവൻ്റെ അലട്ടുന്ന പ്രശ്നം തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പറഞ്ഞതിന് ശേഷം അത്
ക്ലിയർ ചെയ്തു. അവന് ആ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുകയുണ്ടായി. ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. മൂന്നാമതായി എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് കേസ് അവൻ മൂലം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പാസ്പോർട്ട് ലോങ് ടൈം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1 ഇയറിനാണ് പാസ്പോർട്ട് കിട്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അഭിഭാഷകയായ അമ്മയെ ഞങ്ങളുടെ കോടതി കേസുകളിൽ മേൽ കൃപയുണ്ടാകണമേ എന്ന് നിയോഗം വെച്ചിരുന്നു. 6 മാസത്തിനുള്ളിൽ ആ കേസ് ക്ലിയറായി കോമ്പൻസേഷൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുവാനും അവന് പാസ്പോർട്ട് ലോങ് ടൈമായി 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മോന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2021 മുതൽ 23-ലാണ് പരിശുദ്ധ അമ്മ എന്നെ ഈ ആലയത്തിലേക്ക് എത്താൻ കൃപ നൽകിയത്. അവന് അന്നേരം തന്നെ ജോലി ഒരെണ്ണം കിട്ടിയിരുന്നു. പിന്നീട് ഈ ജോലിയിൽ ഉന്നതി ഉണ്ടാവാനും വിശുദ്ധിയിലായിരിക്കാനും പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ഒരു ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അവൻ എന്നെ വിളിച്ച് പറയും, അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ എടുത്തു പറയുന്നത്, അവൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടേക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിയോഗം വെച്ചു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മകനെ ഉയർത്തണമേ എന്ന്. അവൻ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഇൻ്റർവ്യൂവിനും പറയും, വളരെ ടഫ് ഇൻ്റർവ്യൂ ആണ്, എങ്കിലും എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഭംഗിയായി 5 റൗണ്ടും അവൻ പാസ്സായി. ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകതയുണ്ട്. ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് 24 അവേഴ്സ് കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടിയില്ല. അവന് നിലവിലുള്ള ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഉച്ചയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവല്ലേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ജോലി അടുക്കളയിൽ പണിയായിരുന്നു. ഞാൻ കൈ കഴുകി വേഗം വന്ന് അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവനും ഒപ്പം വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ചൊല്ലിയത്. അവന് നെറ്റിയിൽ ഞാൻ ഫോണിൽ കുരിശ് വരച്ച്, പേടിക്കേണ്ട എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ വെച്ച് ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ നല്ല അനുകൂലമായ വചനമാണ് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് അടിപൊളിയാട്ട, ഇപ്പം തന്നെ എനിക്ക് കോൾ വന്നു, ഓഫർ ലെറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയാനായി ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അന്നേരം ഈ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല, ജീവിത പങ്കാളി കൂടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ആ ഓഫർ ലെറ്റർ വെച്ച് അവൻ വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓഫർ ലെറ്റർ കിട്ടിയത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂർക്ക് മാറാൻ ആൾക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു തൃപ്തിയില്ലായിരുന്നു. അന്നേരം ഈ പൂനെയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് ഇതിനേക്കാളും കൂടുതൽ തുക നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ അവന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അവൻ അവിടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ വരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിച്ചത് പ്രകാരമാണ് ആ സീറ്റ് എൻ്റെ മോന് ജോലിക്കായി അമ്മ മാതാവ് ഒരുക്കി വച്ചിരുന്നത്. കഴിഞ്ഞ തവണ സാക്ഷ്യം പറയാതെ പോയത് അതിനേക്കാൾ ഉന്നതമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നന്നായി ഞാൻ മോനും വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാറ് മോനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അന്നേരം ഒന്നും വിശ്വാസം അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻപേ പോകുന്ന ഒരു കാറ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന്
അത് ഓവർടേക്ക് ചെയ്ത് അടുത്ത റോയിലേക്ക് വണ്ടി കയറ്റി നിർത്താൻ പറ്റി. എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവനോടനടി ആ സ്റ്റിയറിങ്ങിൽ തല വെച്ചിട്ട് പറഞ്ഞു, ആരോ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മാറ്റി, എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് അമ്മ മാതാവിൽ കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണെന്ന്. അടുത്തതായി എൻ്റെ സ്വന്തമായ ഞാൻ ജനിച്ചു വളർന്ന വീട് 21 വർഷത്തോളമായി അപ്പച്ചൻ പണിത വീട്ടിൽ ആങ്ങള താമസിക്കുന്നില്ല, അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരു ഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ എന്ന്. സങ്കീർത്തനത്തിലെ ആ ഭാഗം, ബൈബിൾ ഭാഗം പുനരുദ്ധരിക്കണമേ എന്നുള്ള ഭാഗം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ആ വീടിൻ്റെ പുനരുദ്ധാരണം നടന്ന്, പുനരുദ്ധാരണം എന്നല്ല, ഒത്തിരി വലിയ വീടാക്കി വളരെയധികം സൗകര്യത്തോടു കൂടി അവനത് പുനരുദ്ധരിക്കുകയും അവിടേക്ക് താമസം മാറ്റുകയും മക്കളെയെല്ലാം ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഇനി ഒരു അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാകട്ടെ, പെരുന്നാളാകട്ടെ, എന്തിനായാലും അവിടെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നു ചേരാനുള്ള കൃപ ലഭിച്ചു. ഞങ്ങൾക്ക് 3 വർഷത്തോളമായി ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ്, കൊറോണ കാലത്തിന് മുൻപ് ഒരു കട തുടങ്ങണമെന്ന് കട ഉണ്ട്. ആൾക്ക് 2015 ഒരു ആക്സിഡൻറ്റ് പറ്റി 3 വർഷത്തോളമായിട്ട് കിടപ്പായിരുന്നു. ദൈവമാതാവിൻ്റെയൊക്കെ പ്രത്യേക സംരക്ഷണത്താലാണ് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയത്. അവിടെ നിന്ന് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ലോട്ടറി കട നടത്തുകയായിരുന്നു. അപ്പോൾ മോന് വരുമാനമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ അപ്പച്ചനെ ഒരു കടയിട്ട് ഇരുത്തണമെന്ന് അവന് ആഗ്രഹമുണ്ടായി. ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ 3 വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഉടമ്പടിയിൽ വച്ചില്ലെങ്കിൽ തന്നെയും മാതാവ് അതിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ ഒരു ചെറിയൊരു കട തുടങ്ങുവാനും അതിൽ ഇന്നും നല്ല വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ തിരുസ്വരൂപം ആ കടയിൽ പ്രതിഷ്ഠിക്കുകയും ഉപ്പും തേനും ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ ആ കട മുന്നോട്ട് പോകുന്നു. ഈ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും വിഷമം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ അടുത്തുള്ളവർ രോഗികളാണെന്ന് കേട്ടാൽ ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ ഓടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കും. ഞങ്ങൾക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കൃപാസന പത്രമെല്ലാം അവിടെ കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ട്. കൂടാതെ തൃശ്ശൂർ പീസ് ഹോം ഉണ്ട്. വളരെയധികം തളർന്ന് വർഷങ്ങളോളം കിടപ്പായിട്ടുള്ള രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് തന്നെയല്ല, അവരുടെ വായിൽ നിന്ന് പറയുന്ന സംസാരം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് അവരുടെ അവസ്ഥയിലും അവർ നന്ദി പറഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ അതും കൂടി എനിക്ക് പഠിക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അവർക്ക് പഴയ വസ്ത്രങ്ങളൊക്കെ, തുണികൾ അവർക്ക് നല്ലോണം വേണം. എല്ലാ ആവശ്യങ്ങളും ബെഡിൽ കിടന്നായതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തുണികൾ മറ്റുള്ളവരെ നിന്നൊക്കെ ശേഖരിച്ചും എൻ്റെ കയ്യിലുള്ളതും ഞാൻ ബസ് കയറി പോയി അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വെട്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെല്ലാം അസിസ്റ്റേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കും. പിന്നെ ആൾക്ക് ഈ ആക്സിഡൻറ്റ് മൂലം ഒരുപാട് സ്റ്റിറോയിഡുകളും മരുന്നുകളും കയറി കരൾ രോഗം ബാധിച്ചു. അത് 2023 തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കരൾ രോഗം ഗ്രേഡ് 3 ആണ്. എങ്കിലും 6 മാസം കൂടുമ്പോഴുള്ള എൻഡോസ്കോപ്പിയും 1 വർഷം കൂടുമ്പോഴുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്യുമ്പോഴും 50% ഡാമേജ് ആയ കരളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഓരോ തവണയും ഡോക്ടേഴ്സ് നോക്കിയിട്ട്, റിപ്പോർട്ട് നോക്കിയിട്ട് പറയാറ്.
നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ അമ്മയുടെ കാശ് രൂപം കുറച്ച് വാങ്ങിക്കൊണ്ടു പോകും. അത് അർഹതപ്പെട്ടവർക്ക് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് OP-യിൽ പോകുമ്പോഴും ഒരാളെയെങ്കിലും എനിക്ക് പ്രത്യേകമായി അമ്മ കാണിച്ചു തരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിലെ ആരാധനയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്ത് നിരന്തരം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അനുദിന ശുശ്രൂഷ ഇവിടുത്തെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നല്ല അതിനു മുൻപേ തന്നെ ഉണ്ടായെന്ന് പറയാം. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് ഫാത്തിമ മാതാവിനോടുള്ള ഒരു പ്രതിഷ്ഠാ ജപം ചൊല്ലിയിട്ടാണ്. ആ ജപം ഇന്നും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ ജീവിത പങ്കാളി ഇന്ന് ജീവനോടെ ഈ ആൾത്താരയിൽ പോലും നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ സംരക്ഷണം അത്രമേലുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് 22 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ് അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ. 45 ദിവസം കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം വാങ്ങി തന്നതാണ്. വിശുദ്ധ യൗസേപ്പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിലും ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 1 പത്രോസ് 2:2 രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. ഷിൽജ ബേബി എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിത സാക്ഷ്യാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. സഹോദരി സൂചിപ്പിച്ചത് സഹോദരിക്കും മകനും ജീവിത പങ്കാളിക്ക് ലഭിച്ച ഓരോ അനുഭവങ്ങളെയാണ്. മകൻ്റെ വിശ്വാസ വളർച്ചയെ പ്രത്യേകമായിട്ട് സഹോദരി എടുത്തു പറഞ്ഞു. പലപ്പോഴും അമ്മയുടെ മാതാവ് കൃപാസന മാതാവിനെ അവൻ അങ്ങനെ ആണ് സ്ഥിരം വിളിച്ചിരുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു. എല്ലായിടത്തും മാതാവ് ഉള്ളതല്ലേ, എങ്കിൽ അമ്മയുടെ മാതാവിൻ്റെ ഒരിക്കൽ ഇത്ര ദൂരം തൃശ്ശൂർ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഒരു മനസ്സ് മകനെക്കുറിച്ച് അമ്മ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അമ്മ പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മകന് ലഭിച്ചുകൊണ്ടാണ് മകൻ ജീവിതത്തെ ഇന്ന് നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അത് ഒരു കൃപാസനത്തിലേക്ക് വരുന്ന വഴിയിലുണ്ടായ ഒരു വാഹന അപകട സമയത്ത് ആ വണ്ടി ആരോ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു നിർത്തിയതുപോലെ എല്ലാ ക്ലേശവും ഒഴിവാക്കി സുരക്ഷിതമായി ആ വാഹനത്തെ സംരക്ഷിച്ചത് മകൻ്റെ അനുഭവത്തിലുണ്ടായത് സാക്ഷ്യപ്പെടുത്തി. മകൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടപ്പോൾ അവൻ പിന്നീട് ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും കൃത്യമായിട്ടും വീട്ടിൽ വിളിച്ച് അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ കൃപാസന മാതാവിൽ അവനുള്ള വിശ്വാസത്തെയും ശരണത്തെയും ഉറപ്പിച്ചുകൊണ്ട് അവൻ പങ്കെടുക്കുകയും ജോലി നേടുകയും ചെയ്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളി പ്രത്യേകം പറഞ്ഞിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം എൻ്റെ പുകവലി ശീലം മാറുന്നതിന് വേണ്ടി വെക്കണമെന്ന്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ മാതാവ് അത് നിയോഗത്തിൽ വെക്കേണ്ട, എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് ഒരു സൂചന, ഒരു സന്ദേശം കൈമാറുന്നു. അമ്മയോട് അതുപോലെ തന്നെ ചെയ്യുന്നു. അമ്മയുടെ ജീവിത പങ്കാളിയുടെ പുകവലി മാറുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഉടമ്പടി എടുത്ത് തിരികെ പോകുന്നു. ഇന്ന് സഹോദരൻ പുകവലിയില്ല, പുകമണം കേൾക്കുന്നത് പോലും എത്ര അസ്വസ്ഥത ഉളവാക്കുന്നുവെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കുന്നതും നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധമായ, കൂടുതൽ ദൈവകൃപയുള്ള, കൂടുതൽ സമാധാനമുള്ള, ഏതൊരവസരത്തിലും നമ്മളെ കൈവിട്ടു പോകാത്ത ദൈവിക സംരക്ഷണം അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ്.
നമുക്ക് ആകുലതയുടെ ദിനങ്ങളുണ്ടാവാം, എന്നാൽ ആശ്വാസത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടാവും. നമുക്ക് പരിശ്രമങ്ങൾ ആവശ്യമുള്ള മേഖലകളുണ്ടാവാം, എന്നാൽ അതിൽ വിജയം തരുന്ന കർത്താവ് കൂടെ നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. നാം ചില നേരങ്ങളിൽ നമ്മളിൽ തന്നെ പ്രതീക്ഷയില്ലാതെ നമ്മുടെ മെറിറ്റ് മുഴുവനും 0 or മൈനസ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം. എന്നാൽ കൃപയുടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മെറിറ്റ് നോക്കാതെ അനുഗ്രഹിക്കുന്നത് സൗജന്യമായി നാം നേടുന്നത് നമുക്ക് കാണാനാവും. മകൻ്റെ ജോലിയുടെ വിഷയത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ ഒരു കട തുടങ്ങിയ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യങ്ങൾ സാധാരണ പോലെ തുടങ്ങി, എന്നാൽ അമ്മ മാതാവ് ഓരോന്നിനെയും അനുഗ്രഹിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിനും മേന്മയ്ക്കുള്ള വിഷയമായി മാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. സഹോദരൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റിക്കൊടുത്തതിന്, മകന് ജോലി നൽകി ജീവിതം സുരക്ഷിതമാക്കിയതിന്, ഭവനത്തിലെ സമാധാനം നൽകിയതിന്, പ്രാർത്ഥനയിൽ ഐക്യത്തിൽ അമ്മ മാതാവിനോട് ജീവിതം കൊടുത്തുകൊണ്ട് ജീവിത ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള അനുഭവങ്ങളും സന്ദേശങ്ങളും കുടുംബത്തിന് കൈമാറിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്